വെനസ്വേലയിൽ വൻ ആക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയ അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം നിക്കോളാസ് മദുറോ അറിയിച്ചിരുന്നതാണ്. അതിനിടയിലാണ് അമേരിക്കയുടെ നീക്കം. തലസ്ഥാനമായ കാരക്കസിലടക്കം കനത്ത ആക്രമണമാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് നടത്തിയത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ജീവനോടെ ഉണ്ട് എന്നതിന് തെളിവ് ചോദിച്ചിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. വെനസ്വേലയിലെ എല്ലാ സേനകളെയും ആക്രമണങ്ങളെ നേരിടാൻ രംഗത്തിറക്കി കഴിഞ്ഞു. അതേസമയം കൂടുതൽ ആക്രമണങ്ങൾ വെനസ്വേലയിൽ ഉണ്ടാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, പട്ടാള ആസ്ഥാനങ്ങൾക്ക് നേരെ അടക്കം ആക്രമണം നടന്നു. കാരക്കസിൽ സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇങ്ങനെ ഒരു വാർത്ത ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം മദുറോ മാത്രമായിരുന്നു? ശ്രീജ, ഇതിപ്പോൾ ഒരു രാജ്യത്തെ ആക്രമിച്ച് ആ രാജ്യത്തെ പ്രസിഡന്റിനെയും ആ രാജ്യത്തെ പ്രസിഡന്റിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കിഡ്നാപ്പിംഗ് ടീം ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി നടത്തിയിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനാണ് വെനസ്വേലയുടെ ക്യാപിറ്റലായിട്ടുള്ള കാരക്കാസിലും അതുപോലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയത്. അതിനുശേഷം അവിടുത്തെ എല്ലാ പട്ടാള ക്യാമ്പുകളിലേക്കും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് വരുന്നു. അതായത് വെനസ്വേലയിൽ ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദുറോയെയും അതുപോലെ അവരുടെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറിനെയും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നു, അവരെ ബന്ദിയാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ അത് അത്ര അഭിമാനിക്കാനുള്ള കാര്യമല്ല. കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപ് നിക്കോളാസ് മദുറോയ്ക്ക് നേരെ ആരോപിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് വലിയ രീതിയിൽ വെനസ്വേലയിൽ നിന്ന് US മയക്കുമരുന്നുകൾ കയറ്റി അയക്കുന്നു. ഫെൻറ്റാനിൽ പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ കയറ്റി അയക്കുന്നു. ഇതിനെതിരെ വലിയ രീതിയിൽ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും കേട്ടിരുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ വെനസ്വേലയിൽ നിന്ന് വരുന്ന ബോട്ടുകളിൽ വലിയ രീതിയിലുള്ള എയർ ആക്രമണങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്യുന്നൊരു കാര്യം കുറച്ച് നാളുകളായി നടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം നിക്കോളാസ് മദുറോ തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുമായി ചർച്ച ചെയ്യാം, കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ളൊരു കാര്യം പറയുമ്പോഴാണ് അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കി, വെനസ്വേലയിലേക്കും ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കി പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തേക്ക് പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം പ്രകാരം ന്യൂയോർക്കിലെ സദേൺ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇവർക്ക് രണ്ടുപേർക്കും നേരെ, അതായത് നിക്കോളാസ് മദുറോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ അമേരിക്ക ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാർക്കോ ടെററിസം കോൺസ്പിറസി, നാർക്കോ ടെററിസം, ഈ മയക്കുമരുന്ന് ഭീകരത, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി, അതുപോലെ കൊക്കൈൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്നു, അതുപോലെ മെഷീൻ ഗൺസും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസും സ്ഫോടക വസ്തുക്കളടക്കമുള്ള സാധനങ്ങൾ കയ്യിൽ വെച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്ക് ഹാജരാക്കുമെന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കാര്യം പറയുന്നത് പമേല ബോണ്ടി എന്ന് പറയുന്ന അവിടുത്തെ ന്യൂയോർക്കിൻ്റെ സദേൺ ഡിസ്ട്രിക്റ്റിലെ ആൾ തന്നെയാണ്. ഇപ്പോൾ പറയുന്ന അവിടുത്തെ അറ്റോർണി ജനറലാണ് ഈ പമേല ബോണ്ടി. ഈ പമേല ബോണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നേരത്തെ വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആവശ്യപ്പെട്ടിരുന്നു, അതായത് ഇയാൾ നമ്മുടെ നിക്കോളാസ് മദുറോ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം ചോദിച്ചിരുന്നു. അതിനെല്ലാം ഇപ്പോൾ ഉത്തരം വന്നിരിക്കുന്നു. എന്തായാലും നിക്കോളാസ് മദുറോ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു. അത് ന്യൂയോർക്കിലെ പ്രദേശത്തെ സുരക്ഷിതമായ താവളത്തിൽ ഇപ്പോൾ നിക്കോളാസ് മദുറോയെ അമേരിക്ക പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള അപലപനീയമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് റഷ്യയുടെ പ്രതികരണം. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യത്തിന് നേരെ നടത്തിയ കയ്യേറ്റത്തെ കണ്ടു നിൽക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെയും ഇറാന്റെയും നിലപാട്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ആരും കൂടുതൽ ആക്രമണങ്ങളിലേക്ക്
കടക്കരുത് എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്താണ് വെനസ്വേലയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഭാര്യയെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷം അവിടുത്തെ പ്രസിഡന്റിനെതിരായി നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടാണ് അവിടുത്തെ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2025 നൊബേൽ സമ്മാനം ലഭിച്ച മറിയ കൊറീന മച്ചാഡോ അവർ ഈ പ്രസിഡന്റിന് നിക്കോളാസ് മദൂറോയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോഴും ഒളിവിലാണ്. അവർ വെനസ്വേലയിൽ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. മദൂറോയെ പിടിച്ചുകൊണ്ടുപോയ സാഹചര്യത്തിൽ അവർ തിരിച്ച് നാട്ടിലെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എഡ്മുണ്ടോ ഗോൺസാലോസ് അയാൾക്ക് അവിടുത്തെ ഭരണം നൽകാനുള്ള ഒരു നിലപാട് ചിലപ്പം അമേരിക്ക എടുത്തേക്കാം. അങ്ങനെ അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് അമേരിക്ക തങ്ങളുടെ താല്പര്യക്കാരായിട്ടുള്ള ആളുകളെ അവിടെ ഭരണം ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നാൽ അതിനും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടുത്തെ വെനസ്വേലയിലെ ആർമി എന്ന് പറയുന്നത് അവിടുത്തെ ഈ നിക്കോളാസ് മദൂറോയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിക്കോളാസ് മദൂറോ പക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും അതുപോലെ പ്രതിരോധ മന്ത്രിയും അടക്കം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം വെനസ്വേലയുടെ ഭാഗത്ത് നിന്ന് ഈ അമേരിക്കൻ നിലപാടുകൾക്ക് അല്ലെങ്കിൽ നടപടികൾക്കെതിരെ ഉണ്ടാകും. അതൊരു പക്ഷേ കൂടുതൽ വലിയ രീതിയിലേക്കുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടുത്തെ സൈന്യത്തെ മുഴുവനായ രീതിയിൽ രാജ്യത്ത് മുഴുവൻ വിന്യസിച്ചിരിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും ഏത് തരത്തിൽ രാഷ്ട്രീയ നടപടി ഉണ്ടായാലും തിരിച്ചടിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ഇനി ഒരു തരത്തിലും ഒരു ആക്രമണം വെനസ്വേലയിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. എന്തായാലും ഈ ഒരു വ്യോമാക്രമണം അടക്കമുള്ള സാധനങ്ങൾ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടിയെങ്കിലും ഇനിയിപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മറിയ കൊറീന മച്ചാഡോ തിരിച്ച് ഇനിയിപ്പോൾ അവിടെ അധികാരം ഏൽക്കാൻ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം വെനസ്വേലയുടെ അധികാരം പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഇപ്പോഴത്തെ അവിടുത്തെ ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വെനസ്വേലയുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഘർഷങ്ങൾ അത് വളരെ വലുതായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ അമേരിക്ക ഇറാനിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അവിടെ ഇറാനിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ മിഡിൽ ഈസ്റ്റിൽ ഒരു വശത്ത് ഇറാനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നു. അതുപോലെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ വെനസ്വേലയിലേക്ക് ചില ആക്രമണങ്ങളും കടന്നുകയറ്റങ്ങളും നടത്തുന്നു. അങ്ങനെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത എല്ലായിടത്തേക്കും ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി വരുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെ റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ലോക ഭൂപടത്തിൽ വലിയ രീതിയിലൊരു അശാന്തത ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശ്രീജ ഇപ്പോഴുള്ളത്. എന്തായാലും നിക്കോളാസ് മദൂറോയെ സംബന്ധിച്ച് അവിടെ ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് നിക്കോളാസ് മദൂറോയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ കഴിയുക. പക്ഷേ ഇപ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയ രീതിയിൽ നാർക്കോ ടെററിസം അടക്കമുള്ള കാര്യങ്ങൾ നിക്കോളാസ് മദൂറോയ്ക്ക് മേലെ അമേരിക്ക ചുമർത്തുമ്പോഴും അതിനൊരു തെളിവ് പോലും പ്രത്യക്ഷമായി മുന്നോട്ട് വയ്ക്കാനായി ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നിക്കോളാസ് മദൂറോയും അതുപോലെ വെനസ്വേലയിലെ ഭരണപക്ഷവും വളരെ കോൺഫിഡൻസോടെ നിൽക്കുന്നത്. ഞങ്ങൾ ഏത് തരം പ്രശ്നങ്ങൾ വന്നാലും നേരിടും, ഇതുവരെയും നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്, ഇനിയും നേരിടുമെന്നുള്ളതാണ് വെനസ്വേലയുടെ ഭരണപക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് വരുന്ന മണിക്കൂറുകളിൽ വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിക്കോളാസ് മദൂറോയും ഭാര്യയും ഇപ്പോൾ ന്യൂയോർക്കിൽ ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജീവനോടെ തന്നെ ഉണ്ട്, ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ശ്രീജ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇറാഖ് പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ല വെനസ്വേല. അമേരിക്കയെ സംബന്ധിച്ച് അവിടെ ഒരു ആക്രമണം നടത്തി പിടിച്ചെടുക്കാം അല്ലെങ്കിൽ കീഴടക്കാം എന്ന ധാരണ വേണ്ട. മുൻപ് അത്തരം ശ്രമങ്ങൾ പരാജയപ്പെട്ട ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ വെനസ്വേലയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ കൊണ്ടുവരുന്നത് വരെ ഈ ഭീതിതമായ ഒരു സാഹചര്യം നിലനിർത്തുകയാണോ അമേരിക്കയുടെ ലക്ഷ്യം?
തീർച്ചയായിട്ടും അമേരിക്ക ഒരു അവിടുത്തെ വെനസ്വേലയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുമെന്ന് കരുതാൻ വയ്യ. അപ്പോൾ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ പ്രതിപക്ഷത്തിന് അവിടുത്തെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. മാത്രമല്ല അമേരിക്കയ്ക്ക് മറ്റു ചില താല്പര്യങ്ങൾ കൂടി വെനസ്വേലയിലുണ്ട്. വെനസ്വേലയിലൂടെ എണ്ണ കച്ചവടം, അവിടെ വലിയ ഓയിൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല, അതുപോലെ മിനറൽസ്. അപ്പോൾ ഇതെല്ലാം അമേരിക്കയ്ക്ക് കണ്ണുണ്ട്. അപ്പോൾ ഇതിന് കിട്ടണമെങ്കിൽ, ഇതെല്ലാം അമേരിക്കയിലേക്ക് എത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളുകൾ വെനസ്വേലയുടെ ഭരണത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയും കൂടെ ഉള്ള ഒരു നീക്കമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ മറിയ കൊറീന മച്ചാഡോ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. അവർ ഡൊണാൾഡ് ട്രംപിനെ വാനോളം പുകഴ്ത്തിയിരുന്നു. തനിക്കല്ല കിട്ടേണ്ടിയിരുന്നത്, ഡൊണാൾഡ് ട്രംപിനാണ് നൊബേൽ സമ്മാനം കിട്ടേണ്ടിയിരുന്നത് എന്നാണ് നൊബേൽ സമ്മാനം വാങ്ങിച്ച ശേഷം അവർ പ്രസ്താവിച്ചത്. അങ്ങനെ ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് ഈ മറിയ കൊറീന മച്ചാഡോ. അപ്പോൾ അവരെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളും, അമേരിക്ക എന്താണോ ആഗ്രഹിക്കുന്നത്, വെനസ്വേലയിലുള്ള ഓയിൽ റിസോഴ്സസും അതുപോലെ മിനറൽസും തങ്ങൾക്ക് യഥേഷ്ടം വാങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തു കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു നീക്കം വെനസ്വേലയിലേക്ക് നടത്തിയിരിക്കുന്നത്. എന്തായാലും അപലപനീയമായ നീക്കം. കാരണം ഒരു രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യം അവരുടെ സൈന്യത്തെ അയക്കുന്നു, അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു, അതിനുശേഷം അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകുന്നു. നമുക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ പോലും, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം അമേരിക്കയ്ക്ക് നേരെ ഈ മണിക്കൂറുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇനി എന്താണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഈ മറിയ മച്ചാഡോ അവർ തിരികെ എത്തുമോ, വെനസ്വേലയിലേക്ക് എത്തുമോ എന്നുള്ള, കഴിഞ്ഞ പ്രാവശ്യം ഈ നൊബേൽ സമ്മാനം വാങ്ങാൻ പോകുന്ന സമയത്ത് അവസാനമായി അവർ കണ്ടത് നോർവേയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം അവരുടെ വിവരമില്ല. അവർ തിരികെ ഒരുപക്ഷെ ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ വെനസ്വേലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എഡ്മുണ്ടോ ഗോൺസാലസ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം അവിടെ എത്താനും ഒരുപക്ഷെ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ 4 പേരിൽ കൂടുതൽ അവിടെ ആളുകൾ കൂടുകയാണെങ്കിൽ വെടിവെക്കാനും അവരെ കരുതൽ തടങ്കലിലാക്കാനും ഒക്കെയുള്ള ഒരു അധികാരം സൈന്യത്തിനെ ഇപ്പോഴത്തെ സർക്കാർ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അമേരിക്കയുടെ സൈനികർ ഇപ്പോഴും വെനസ്വേലയിൽ തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മറിയ മച്ചാഡോയും എഡ്മുണ്ടോ ഗോൺസാലസും ഒക്കെ തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ കൂടി വേണ്ടിയിട്ടാണോ അമേരിക്കൻ സൈനികർ ഇപ്പോഴും അവിടെ തുടരുന്നത് എന്ന് ഉള്ളൊരു സംശയം ഉയരുന്നുണ്ട്. എന്തായാലും അപലപനീയമായ ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് മറ്റൊരു രാജ്യം കടന്നു കയറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഇറാനിലാണെങ്കിൽ അവിടെ രാജ്യത്തിനകത്ത് നിന്നുള്ള പ്രതിഷേധം അവിടുത്തെ സർക്കാരിനെതിരെയുണ്ട്. പക്ഷേ ഇപ്പോൾ വെനസ്വേലയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നിരുന്നത് ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള ഡ്രഗ് കാർട്ടൽസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള ലഹരികൾ ഒഴുകുന്നത് എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വെനസ്വേലയിൽ തീരത്തേക്ക് അടുക്കുന്ന, അല്ലെങ്കിൽ വെനസ്വേല തീരത്ത് നിന്ന് പുറപ്പെടുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ച് വലിയ രീതിയിൽ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അമേരിക്ക നടത്തിയിരുന്നു എന്നുള്ളതാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.